നമ്മൾ രാമശ്ശേരി ഗ്രാമത്തിലാട്ടോ. രാമശ്ശേരി സ്പെഷ്യൽ ഇഡ്ഡലി, രാമശ്ശേരി സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി അത് കൂട്ടിയിട്ട് നമ്മളൊരു ഇഡ്ഡലി കഴിക്കാൻ വന്നതാണ്. ഇവിടുത്തെ ഒരു ചെറിയ ഷോപ്പാണ്. നമ്മളകത്ത് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി ആളുകൾ വരാറുണ്ട്, ഫേമസ് ആൾക്കാർ വരാറുണ്ട്, ഫിലിമിലെ ആൾക്കാർ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ ഉള്ളപ്പോൾ വന്ന് കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ ഫോറിനേഴ്സ് വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്യാൻ പോയതാണ്. എന്തായാലും നമുക്ക് അകത്ത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര രാമശ്ശേരി ഗ്രാമത്തിലോട്ടാണ്. ആ ഗ്രാമത്തിൽ രാമശ്ശേരി സ്പെഷ്യൽ ഇഡ്ഡലി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. ഗ്രാമങ്ങളൊക്കെ വളരെ മനോഹരം നിറഞ്ഞ, കണ്ടോ, ചെറിയ വഴികൾ, ഇരുവശത്തും മനോഹരമായ വീടുകൾ, മതിലുകൾ, അത് നന്നായിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗ്രാമത്തിൻ്റേതായ ആ ഭംഗി നിലനിർത്തിക്കൊണ്ട്, അതായത് പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ് പാലക്കാട്. അപ്പോൾ നമ്മൾ രാമേശ്വരം ഇഡ്ഡലി കഴിക്കാനാണ്. എന്തായാലും പാലക്കാട് വന്നിട്ട് നമ്മൾ രാമേശ്വരി പോയിട്ട് ഇഡ്ഡലി കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു കിട്ടിയൊരു അവസരം നഷ്ടപ്പെടുന്നൊരു ഫീലിംഗ് ആണല്ലോ. എന്തായാലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി രാമേശ്വരി ഇഡ്ഡലി കഴിക്കാനായിട്ടുള്ള യാത്രയാണ്. പലരോടും ചോദിച്ച് രാമേശ്വരി ഗ്രാമത്തിലെത്തി. അവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട്. അതായത് ഓർഡറുകൾ എടുത്തിട്ട് വലിയ വലിയ സദ്യകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഈ ഇഡ്ഡലി കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ കടയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഇഡ്ഡലി കഴിക്കാം. എവിടെ വന്നാ? മേലുണ്ട് രാമശ്ശേരി ഇഡ്ഡലി. രാമശ്ശേരി ഇഡ്ഡലി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, പരന്ന ഇഡ്ഡലി. അപ്പോൾ അത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ ഗ്രാമത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കാണാനും ഇതാണ്. ഇപ്പോൾ രാമശ്ശേരി ഗ്രാമമാണത്. രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇതിനകത്ത് വെച്ചാണ് ചേച്ചി ഉണ്ടാക്കുന്നത്? ആ, വെള്ളം ആവി ആ ഈ തുണി ഇതിലിങ്ങനെ വിരിക്കും. ആ, എന്നിട്ട് ഇതിന്റെ മീതെ മാവ് ഒഴിക്കും. ഓക്കെ. അതുപോലെ സ്റ്റെപ്പ് ഇങ്ങനെ 3 ആ, അതാണ് ഇങ്ങനെ പരന്നു വരുന്ന ഇഡ്ഡലി അല്ലേ? ഇത്രയും റൗണ്ട് അത് ശരി. വെച്ചിട്ട് ഇത് ആവിയിൽ വരുന്ന. ഇവിടെ അമ്മമാരാണ് ഉണ്ടാക്കുന്നത് ശരിക്കും? ആ, ഞങ്ങള് സ്റ്റാഫുകൾ നിറയുണ്ട്. മെയിൻ അമ്മയാണ് എൻ്റെ ആള്. ആ, അമ്മ എന്ത് പ്രായമുണ്ട് ഇപ്പോൾ? 50 വയസ്സായി. അമ്മ ഇതിന്റെ വന്നിട്ട് അവിടെ ഇരിക്കുന്നു. ആണല്ലേ? ആ, അതാണ് അമ്മ. ആ, ഓക്കെ ഓക്കെ. ആ, ഇവിടെ വന്ന് എത്തിയേക്കും. 3 ഉണ്ട്. ആ, 3 ഇത് റൊട്ടേറ്റ് ചെയ്ത് വരും. ഇത് ഒഴിച്ച് നമ്മളിത് എങ്ങനെ ഒഴിച്ച് വരുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ആ, അങ്ങനെ മാറി മാറി 3 തട്ട് വെക്കാം. ഓ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ? അതെല്ലാം 3 ആള് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ തിരക്കിനനുസരിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിന്റെ കൂടെ എന്താ, സാമ്പാറാ? പൊടിയാണ് മെയിൻ. പൊടി. ആ പൊടി. ആ, അത് കഴിഞ്ഞ പിന്നെ സാമ്പാർ, ചട്നി, മുളക് മല്ലി. ആ, പിന്നെ ഇവിടെ സദ്യ ഉണ്ടോ ഉച്ചയ്ക്ക്? ഇല്ല. ഇതാണ് എല്ലാ സമയവും ഇത് തന്നെയാണ്. ആ, രാവിലെ 5-5:30 തുടങ്ങി ആ, വൈകിട്ട് 8 മണി വരെ ഈ ഇത് തന്നെ. ഓക്കെ ഓക്കെ. 8 മണിയാകുമ്പോൾ. അപ്പോൾ വളരെ സന്തോഷം കേട്ടോ. ഞങ്ങൾ പോയി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതാണ് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി. അപ്പോൾ ചട്നി പൗഡർ ഇതാണ്. അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കഴിക്കാം. പിന്നെ സാമ്പാറുണ്ട്, പിന്നെ ചമ്മന്തി വേറെ ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സാമ്പാറും പൗഡർ, അതിനകത്ത് മിക്സ് ചെയ്യാനുള്ള എണ്ണ, പിന്നെ കൂടെ ഒരു വട. കുറച്ച് ചമ്മന്തിപ്പൊടി ഇടാം. ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ എണ്ണയുണ്ട്, വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കുറച്ച് ചുടിയിലെടുക്കുക, ഇങ്ങനെ പിടിക്കുക. സൂപ്പർ. നമ്മൾ പരന്ന ഇഡ്ഡലി ടേസ്റ്റ് സൂപ്പർ. ഈ കടയിൽ സന്ദർശിച്ചിട്ടുള്ളവരുടെ ഫോട്ടോസൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ശശി തരൂർ മുതൽ ഒത്തിരി നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ ഒത്തിരി ഫിലിം ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പാലക്കാടായതുകൊണ്ട് ഫിലിംസിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഈ ഷോപ്പിൽ വരാറുണ്ട്.
അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് വരുന്നവരുണ്ട്. ഇപ്പം നമ്മൾ വന്നതുപോലെ ആഗ്രഹം കൊണ്ട് വന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയെല്ലാം കഴിച്ച് ഈ ഗ്രാമത്തോട് വിട പറയുകയാണ്. വളരെ മനോഹരമായ ഗ്രാമം, വളരെ ഭംഗിയില്ലേ നമ്മുടെ ആ പഴമയുടെ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ആ ഓടിട്ട ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നാട്ടിലൊക്കെ ഓടിട്ട ബിൽഡിങ്ങുകളൊക്കെ കുറവാണ് എങ്കിലും ഈ പാലക്കാട് നഗരത്തിൽ വാർക്ക കെട്ടിടങ്ങളൊക്കെ വളരെ കുറവാണ് എങ്കിലും ഇതുപോലെയുള്ള ആ പഴമയുടെ അത് നിലനിർത്തിയിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് എപ്പോഴും വരാൻ തോന്നുന്ന അല്ലെങ്കിൽ കഴിക്കാൻ തോന്നുന്ന ഒരു ഗ്രാമ കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. എന്ത് മനോഹരമാണല്ലേ നമ്മുടെ നെൽച്ചെടികളും അതുപോലെ തന്നെ പനകളും തെങ്ങുകളും ഒക്കെ കൊണ്ട് സമ്മർദ്ദമായ വളരെ മനോഹരമായ നമ്മുടെ പ്രകൃതി. നമുക്ക് എന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാൻ പറ്റിയ മനോഹരമായ ഒത്തിരി കാഴ്ചകളും ഞങ്ങൾക്കും കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ വീഡിയോയിൽ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ സ്ഥലത്തോട്ട് പോവാണ്. പാലക്കാട് തന്നെയുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളും പോന്നോളൂ. ഓക്കെ.